ട്രഡീഷണൽ വീടിൻ്റെ എല്ലാ ആസ്പെക്ട്സും അതുപോലെ തന്നെ സ്വാംശീകരിച്ച് ചെയ്ത സുന്ദരമായ ഒരു സ്വപ്നഭവനം. രണ്ട് സൈഡിലും വയലിൻ്റെ ആക്സസോടുകൂടി ഒരു പ്രോപ്പർട്ടി. ഈ മനോഹരമായ വയലിൻ്റെ ആ ഭംഗി മൊത്തം ആസ്വദിച്ച് ഈ സൂര്യനെ കണ്ടിങ്ങനെ നിൽക്കാൻ പറ്റും. അതിമനോഹരമായ സംഭവം അല്ലേ? പിന്നെ നമ്മളുടെ ഈ മോള് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതെല്ലാം ചെയ്തിരിക്കുന്ന വുഡിലാണ്. ഇതൊന്നിലും സ്ട്രക്ചറൽ ട്യൂബ് ഇല്ല, GP പൈപ്പ് ഇല്ല, GA പൈപ്പ് ഇല്ല. ഇതാണ് എന്റെ കോർട്ട്യാർഡ്. ഫുൾ ടൈം വെള്ളം വീണുകൊണ്ടിരിക്കുന്ന കോർട്ട്യാർഡ്. ഈ കോർട്ട്യാർഡിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു കൺസേൺ ആണ്, കോർട്ട്യാർഡ് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം അടിച്ച് അകത്തോട്ട് കയറി ആ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുക. ഇവിടെ അത് ഉണ്ടാകാതിരിക്കുക. ഇപ്പൊ ഇവിടെ വെള്ളം കയറുന്നില്ല, വെള്ളം രണ്ടാമത്തെ സ്റ്റെപ്പ് വരെ ഉള്ളൂ. അങ്ങനെ ഉണ്ടാകാൻ എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്ന ടെക്നിക്? ഫുൾ വുഡിൽ ചെയ്ത സ്റ്റെയർകേസ്. ഇതൊരു ചലഞ്ച് തന്നെയല്ലേ? നമസ്കാരം, ഞാൻ വിഷ്ണു വിജയൻ. വീടുമായി വിഷ്ണുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നൊരു സുന്ദരമായ സ്വപ്ന മനോഹര ഭവനം പരിചയപ്പെടുത്താൻ വന്നതാണ്. പ്യുവർലി ട്രഡീഷണൽ എന്നാൽ മോഡേൺ, ട്രഡീഷണലും മോഡേണുമായിട്ട് മെർജ് ചെയ്തുണ്ടാക്കിയ ഒരു സുന്ദരമായ മനോഹരമായ സ്വപ്ന മനോഹര ഭവനത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പേജിലൂടെ പല രീതിയിലുള്ള ട്രഡീഷണൽ, കണ്ടംപററി, കൊളോണിയൽ, ട്രഡീഷണൽ കണ്ടംപററി മിക്സ്, അങ്ങനെ പറഞ്ഞിട്ട് പല കാറ്റഗറി വീടുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്യൂർലി ട്രഡീഷണൽ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഇന്നത്തെ മോഡേൺ ആസ്പെക്റ്റിൽ ട്രഡീഷണൽ വീട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കാണിച്ചു തന്ന ഒരാളാണ് ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം സർ. ഹായ് വിഷ്ണു. സാറിൻ്റെ പേര്? രമേശൻ പൊതുവാൾ. എവിടെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്? എറണാകുളത്താണ് ബേസ് ചെയ്തിരിക്കുന്നത്. നാട് കണ്ണൂരാണ്. ഓഫീസും കാര്യങ്ങളൊക്കെ എറണാകുളത്താണ്. സാർ, വളരെ മനോഹരമായ വീട്, 3800 സ്ക്വയർ ഫീറ്റിലാണ് ഈ ട്രഡീഷണൽ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും വയലിന്റെ ആക്സസോടുകൂടി ഒരു പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി കൈ കിട്ടുമ്പോൾ ഓൾമോസ്റ്റ് 30 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. ഇത് രണ്ട് തട്ടായിട്ടായിരുന്നു. അവിടെ വെള്ളം കയറാനുള്ള ഒരു ആക്സസ് ഉള്ളത് കൊണ്ട് ഒരു തട്ട് മുകളിലേക്ക് ഉയർത്തിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്തായിരുന്നു ഇനിഷ്യൽ ഈ വീടിന്റെ പ്ലോട്ടിലേക്ക് വരുമ്പോൾ ഉള്ള ഈ ഡിസൈൻ മനസ്സിലേക്ക് വന്നപ്പോൾ ഉള്ള ആദ്യത്തെ തോട്ട് പ്രോസസ് എന്തായിരുന്നു? ഈ രണ്ട് വയൽ തന്നെ, അത് രണ്ട് സൈഡിൽ ഇത്രയും ഓപ്പൺ ഏരിയ. അപ്പോൾ പക്ഷെ ഒന്ന് തിരിഞ്ഞിരിക്കുന്നത് വടക്കോട്ടാണ്. ഓക്കെ. നമ്മൾ വയൽ കാണണമെങ്കിൽ വടക്കോട്ട് ഫേസ് ചെയ്യണം വീട്. ഓക്കെ. അതുപോലെ പടിഞ്ഞാറ് പ്ലോട്ടിൽ നിന്നപ്പോൾ എനിക്ക് തോന്നിയത് ഇത് വടക്കോട്ട് ഫേസ് ചെയ്യുന്ന ഒരു വീടാണ് നല്ലത്. കാരണം അപ്പോൾ ഫ്രണ്ടിലത്തെ വയൽ, സൈഡിലെ വയലിൻ്റെ മാക്സിമം കിട്ടും നമുക്ക്. പക്ഷെ അപ്പോഴൊരു പ്രശ്നം, പലർക്കും വീട് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം എന്ന് പറയുന്ന ഒരു സങ്കല്പം. അതായത് ഈ വാസ്തു ഈ പകുതി അറിഞ്ഞ കുറേ ആൾക്കാർക്ക് ഉള്ളൊരു ധാരണയാണ് കേരളത്തിലെ. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ വീടാണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം. ഓക്കെ. ഫ്രണ്ട് നമ്മൾ മെയിൻ റോഡ് എന്ന് പറയുന്നത് തെക്ക് ഭാഗത്താണെങ്കിലും വീട് കിഴക്കോട്ട് വേണം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണത്. അപ്പോൾ അത് പറഞ്ഞ് തിരുത്തലായിരുന്നു ഇവിടുത്തെ മെയിൻ ആദ്യത്തെ ടാസ്ക്. പക്ഷെ അത് ക്ലയൻറ്റ് അങ്ങനത്തെ ഇതില്ലായിരുന്നു. പുള്ളിക്ക് അങ്ങനെ അഡമൻ്റ് ആയിട്ടുള്ള ആവശ്യങ്ങളൊന്നുമില്ല. ഞാൻ കൺവിൻസ്ഡ് ആയി ഈ സാധനത്തിലേക്ക് ഇവോൾവ് ആയി. അപ്പോൾ ഞാൻ ഇതിനെ നോർത്തിലേക്ക് ഫേസ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ വയലിൻ്റെ രണ്ട് വയലിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. ഓക്കെ. കിഴക്കോട്ട് വെച്ചാൽ നമ്മൾ നോക്കുന്നത് നേരെ അടുത്ത വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ്. ഇത്രയും നല്ല പ്ലോട്ടിൽ അങ്ങനെ ഒരു വീട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായിരുന്നു ആദ്യത്തെ ഒരു കൺസേൺ. പിന്നെ ഈ വീടിൻ്റെ എലിവേഷൻ, ഫ്രണ്ട് എലിവേഷൻ എന്ന് പറഞ്ഞാൽ പഴയ കൊട്ടാരങ്ങളുടെയൊക്കെ മാതിരിയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള എലിവേഷനാണ്. ഈ വീടിനകത്ത് ചെയ്തിരിക്കുന്ന ഒരിടത്ത് പോലും മെറ്റൽ സ്ട്രക്ചറുകൾ യൂസ് ചെയ്തിട്ടില്ല. ഫുള്ള് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിന്റെ ഓടിലാണ്, ഇത് ഓടാണ്, സീലിംഗ് ഓടും ഉണ്ട്, അതുപോലെ ടോപ്പ് ഓടും ഉണ്ട്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ മെറ്റൽ സ്ട്രക്ചറുകളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് പൂർണ്ണമായിട്ട് തടിയിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ എന്താ പറയാ, അതൊരു ആ ടാസ്ക് എന്ന് പറഞ്ഞ ഒരു വലിയ ടാസ്ക് തന്നെയാണ്. ഈ വീടിന്റെ 3 സൈഡിലും വരാന്താസ് ഉണ്ട്. ട്രഡീഷണൽ ഹോമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വരാന്ത. അതായത് മറ്റേ സാധാരണ വീടുകൾക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ സിറ്റ് ഔട്ട്സ് കൊടുക്കുമെങ്കിലും ഈ വരാന്താസ് വന്നിരുന്നത് വേറൊരു ടൈപ്പാണ്. അതിൽ ഈ തടിയുടെ പില്ലർ. എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള ഒരു ട്രാൻസിഷൻ? ഇതിലേക്ക് വരാൻ ബുദ്ധിമുട്ടില്ല. എന്താ വെച്ചാൽ കേരള ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി വുഡാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. വുഡും നമ്മുടെ ഓടും, അതാണ് ഒരു ട്രഡീഷണൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ ട്രഡീഷണൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. ഓടും ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു അധിക വർഷമൊന്നുമില്ല. പക്ഷേ എങ്കിലും കേരള ട്രഡീഷണൽ എന്ന് പറയുന്നത് അതാണ്.
പിന്നെ സിറാമിക് കോഡിനോട് ട്രഡീഷണൽ ഓടും സിറാമിക് കോഡും തമ്മിലുള്ള സാറിൻ്റെ ഉള്ളിലുള്ള സങ്കല്പം ഏറ്റവും നല്ലത് ഏതാണ്? ഞാനെപ്പോഴും നമ്മുടെ ഓടില്ലേ, സാധാ ഓട്, നമ്മുടെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഓട്, അതാണ് ശരിക്കുള്ള ഓട്. പർപ്പസ് എന്ന് പറയുന്നത് അതൊരു നാച്ചുറൽ മെറ്റീരിയലാണ്. അപ്പോൾ വെയിൽ അടിച്ചു കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ എന്തിനാണ് മെറ്റൽ യൂസ് ചെയ്യാത്തതെന്ന് വെച്ചില്ലേ വിഷ്ണു, മെറ്റലും സിറാമിക് ടൈലും ആണെങ്കിൽ ചൂട് കൂടും. രണ്ടും ഈ ചൂട് അബ്സോർബ് ചെയ്യുന്ന സംഗതികളാണ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് കുറയ്ക്കാൻ അതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഓപ്ഷൻ. എന്നാലും നമ്മൾ നോക്കണ കുറച്ചും കൂടെ ഇതുമായിട്ട് കാലാവസ്ഥയോട് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ആകുമ്പോൾ ചൂട് കൂട്ടുന്നൊരു സാധനമല്ല വേണ്ടത്. കുറച്ച് കോസ്റ്റ് കൂടിയാലും നമ്മുടെ മരവും ഓടും അതൊക്കെ തന്നെയാണ് നല്ലത്. ഓക്കെ, ഈ പില്ലർ ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. ഇത് ഫുള്ളി വുഡ് കൊടുത്ത് അവിടെ കാർവ് ചെയ്തെടുത്താണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പില്ലറിന് അപ്രോക്സിമേറ്റ് എത്ര കോസ്റ്റ് ആയിട്ടുണ്ടാവും? ഇതെന്ന് പറയുമ്പോൾ അതിൻ്റെ തടിയുടെ കോസ്റ്റ് പ്ലസ് അതിൻ്റെ മോൾഡിങ്, എന്നാലും ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 25,000 പെർ പില്ലർ. പിന്നെ നമ്മളുടെ ഈ മോള് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതെല്ലാം ചെയ്തിരിക്കുന്ന വുഡിലാണ്. അതെ അതെ, ഇതൊന്നിലും സ്ട്രക്ചറൽ ട്യൂബ് ഇല്ല, GP പൈപ്പ് ഇല്ല, GA പൈപ്പ് ഇല്ല, ഫുള്ള് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരിടത്ത് പോലും സ്ട്രക്ചറൽ ട്യൂബ് GAയിലോ GPയിലോ ഇല്ല, MS-ലും ഇല്ല, ഫുൾ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സീലിംഗ് സ്പേസ് ഇവിടെ നമ്മൾ പൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിരിക്കുന്നു. ശരിക്കും ഇതിന് എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അല്ല ഇത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. എൻ്റെ കൂടെ ഈ ടീമുണ്ട്, ഒരു 20 വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള. ഓക്കെ, അവരെ കാർപ്പൻറ്റേഴ്സ്. അപ്പോൾ ഈ ബംഗാളികളൊക്കെ ഇപ്പം പഠിച്ചു വരുന്നുണ്ട്. നമ്മുടെ മലയാളികൾ തന്നെയാണ് ഇതിനകത്ത് എക്സ്പേർട്ട്, മലയാളികൾ തന്നെയാണ് എപ്പോഴും പഴയ കാർപ്പൻറ്റേഴ്സ്. അപ്പോൾ ഇത് മുഴുവൻ അവരാ ചെയ്യുക. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഇനിയിപ്പം ഏറ്റവും ഈ വീടിൻ്റെ ഏറ്റവും പറയത്തക്ക 2 ഓപ്പണിംഗ് സ്പേസ് ടുവേർഡ്സ് വയൽ. ഈ ഇവിടെ നിറച്ച് വൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വൃക്ഷങ്ങളില്ലായിരുന്നെങ്കിൽ ആ റോഡിൽ നിന്ന് വരുമ്പോൾ ആക്സസ് ആയിട്ട് നമുക്ക് ഈ വീട് കാണാമായിരുന്നു. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കിടക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡോറ്, ഒരു സിമ്പിൾ ഹാൻഡിൽസ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നു. അകത്താണ് മാജിക്സ് ഉള്ളത്, അത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇനിയും അകത്തളത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതാണ് ഈ വീടിൻ്റെ ഫോർമൽ കം ഫാമിലി ലിവിങ് സ്പേസ് അല്ലേ? അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇത് പൂജാ റൂം സ്പേസ്. ഇതിന്റെ പൊസിഷനിങ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ ദർശനം, അതായത് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് തൊഴുകയാണെങ്കിൽ പൂജാറും പടിഞ്ഞാറും ഫേസിങ്. ഓക്കെ, നമ്മൾ വീടിനെ പറ്റി പറയുന്ന പോലെ തന്നെ ഇവിടെ നമ്മളുടെ TV സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇത് നമ്മുടെ WPC മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു. പിന്നെ മുകളിലെല്ലാം വുഡിന്റെ സ്ട്രൈപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇവിടെ കുറച്ച് ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട് സീലിംഗിൽ. എന്തുകൊണ്ടാണ് ഡിസൈൻസ് ഇങ്ങനെ വന്നിരിക്കുന്നത്? കാരണം അതിൻ്റെ ഒരു മെയിൻ റീസൺ, ഇതിനകത്ത് 2 ബീമുണ്ട്. ഓക്കെ, ഇതൊരു ബീമാണ് ഓക്കെ ഇങ്ങനെയുള്ളത്. അതിങ്ങനെ ലിവിങ് റൂമിൽ തന്നെ കാണാമെന്ന് പറയുന്നത് ഒരു ഭയങ്കര ബോറാണ്. അപ്പോൾ അവനെ കവർ ചെയ്യുക, പിന്നെ ഒരു ഡിസൈൻ ആക്കി എടുക്കുക. ഇത് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിലാണ് അല്ലേ? പ്ലൈവുഡിൽ അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇതിൻ്റെ ലിവിങ് സ്പേസ് കഴിഞ്ഞിട്ട് അടുത്തൊരു സുന്ദരമായ സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ കോർട്ട്യാർഡ്. ഫുൾ ടൈം വെള്ളം വീണുകൊണ്ടിരിക്കുന്ന കോർട്ട്യാർഡ്. ഈ കോർട്ട്യാർഡിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോൾ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു കൺസേൺ ആണ്, കോർട്ട്യാർഡ് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം അടിച്ച് അകത്തോട്ട് കയറി ആ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുക. ഇവിടെ അത് ഉണ്ടാകാതിരിക്കുക. ഇപ്പൊ ഇവിടെ വെള്ളം കയറുന്നില്ല, വെള്ളം രണ്ടാമത്തെ സ്റ്റെപ്പ് വരെ ഉള്ളൂ. അങ്ങനെ ഉണ്ടാകാൻ എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്ന ടെക്നിക്ക്? അങ്ങനെ പ്രത്യേകിച്ച് ടെക്നിക്കില്ല. മെയിനായിട്ട് ഇതിൽ ഹൈറ്റാണ്. നമ്മളിപ്പോൾ ഒരു മഴ പെയ്യുന്ന അതിൻ്റെ ഒരു ആംഗിൾ ഉണ്ട് ഒന്ന് വീഴണേ, അപ്പോൾ അത് നമ്മൾ അകത്തേക്ക് കയറരുത്, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഹൈറ്റ് കൂടുന്നതോറും അത് അകത്തേക്ക് വരും. മാക്സിമം ലോ ലെവലിൽ നിർത്തുക, പിന്നെ പ്രൊജക്ഷൻസ് കൂട്ടുക. അപ്പോൾ അതവിടെ നിൽക്കും. പിന്നെ വീണ് തെറിക്കണ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നേരെ വന്ന് അടിക്കണതാണ് ചെയ്യാൻ പറ്റുക. അത് ഇപ്പൊ ഇവിടെ വീണ് തെറിക്കുന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ പാത്വേയിലേക്ക് വരുന്നില്ല. ഇല്ല, ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. പിന്നെ ഇതാണ് ഡൈനിങ് സ്പേസ്. ഇത് എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസുകളാണ്, ഓപ്പൺ സ്പേസുകളല്ല കൊടുത്തിരിക്കുന്നത്. ഞാൻ സാറിനോട് ഒരു അഭിപ്രായം ചോദിച്ചോട്ടെ, സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് വാസ്തു? വാസ്തു എന്ന് പറയുന്നത് നമ്മളൊരു പഴയ അറിവുകൾ എന്ന് പറയാം, ആ സമയത്തെ അറിവുകൾ, പണ്ട് ആ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ പഴയതെന്ന് പറയുമ്പോൾ അന്ന് കറണ്ടില്ല, അങ്ങനെയുള്ള യാതൊരു സംഗതികളും ഇല്ലാത്ത കാലത്ത് നമുക്ക് എങ്ങനെ എത്രയും കംഫർട്ടബിളായിട്ട് ജീവിക്കാം എന്നുള്ളതിൻ്റെ ഒരു കളക്റ്റീവ് നോളജ് എന്ന് പറയാം. അതാണ് ശരിക്കും വാസ്തു. പക്ഷേ ഇപ്പോൾ വാസ്തു എന്ന് വയ്ക്കുമ്പോൾ അതൊരു പേടിപ്പിക്കാനുള്ളൊരു
സംഭവമാണ്. ഏത് വീട് വെക്കുന്നവരുടെ വാസ്തു പറഞ്ഞ് പേടിപ്പിക്കാം. അതെ, അതൊരു ശാസ്ത്രത്തിന് പറ്റിയതല്ല ഒന്നാമത്. ശാസ്ത്രമാണെങ്കിൽ അത് പേടിക്കാനുള്ളതല്ല, നമ്പർ 1. അപ്പോൾ അത് ആ രീതിയിൽ എടുത്താൽ മതി. ഇപ്പോൾ മുഴുവൻ ആ പറയുന്ന പോലെ പോകണമെന്നോ യാതൊരു ആവശ്യമില്ല. ആ ഒരു സമയത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതായത് പണ്ടത്തെ കാലഘട്ടത്തിൽ ഫോളോ ചെയ്തിരുന്ന ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അത് ചെയ്തു വന്ന സംഭവമാണ് വാസ്തുവിദ്യ. അല്ലേ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് പൂർണ്ണമായിട്ടും നമുക്കത് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. ഇന്നത്തെ നീഡ്സ് അനുസരിച്ച് അതിന് ആവശ്യമില്ല. അതാണ് പറയുന്നത്. അതിപ്പോൾ നമുക്ക് ഇപ്പോഴും ഇന്ന സ്ഥലത്ത് ഒറ്റ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ പറയാം കന്നിമൂലയിൽ ടോയ്ലറ്റ് പാടില്ല എന്ന് പറയും. പക്ഷേ ടോയ്ലറ്റ് വീട്ടിനകത്തായിട്ട് എത്ര കാലമായി? അതെ, പഴയ കോൺസെപ്റ്റിൽ ടോയ്ലറ്റ് ഇല്ല വീടിനകത്തില്ല. ഇല്ല. പിന്നെ ഈ കന്നിമൂലയുടെ കാര്യം അത് പറയണമെന്ന് വിചാരിക്കും. എന്താ വെച്ചാൽ എല്ലാവർക്കും പേടിയാണ്. പേടിപ്പിക്കൽ. അപ്പോൾ വീടിന് എന്തെങ്കിലും കുഴപ്പം പറ്റും. ഒരാൾ ബൈക്ക് ഓടിക്കുമ്പോൾ വീണാൽ പറയും കണ്ടോ കന്നിമൂലയിൽ. ശരിക്കും പറഞ്ഞാൽ ടോയ്ലറ്റ് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം കന്നിമൂലയാണ്. വാസ്തുപ്രകാരം. അതിപ്പോൾ എങ്ങനെയാണ് മാറിയതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊന്നും നമ്മളിപ്പോൾ എടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീടിനും നമ്മളുടെ ആവശ്യങ്ങൾക്കും നമ്മളുടെ സജ്ജീകരണങ്ങൾക്കും വേണ്ടിയിട്ടുള്ള രീതിയിൽ വീടുകൾ പണിയുക. ഇതാണ് ഇതിന്റെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. വാഷ് കൗണ്ടർ ഇതിനോട് തന്നെ കളക്ടറായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ മൊറോക്കൻ സീരീസ് ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്ലൈവുഡ് മൈക്ക ലാമിനേഷൻ വെച്ചിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ടൈലുകളെല്ലാം തന്നെ 6x4 മാറ്റ് ഫിനിഷ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയും അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ്. കിച്ചൺ എന്ന് പറയുന്നത് ശരിക്കും പറിച്ചു വേറൊരു പോയിന്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതാണ് മോഡേൺ ട്രഡീഷണൽ വീടിന്റെ ഒരു മോഡേൺ പാർട്ട് എന്ന് പറയുന്നത് അല്ലേ. എന്തായിരുന്നു സാറിന്റെ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻസ്? അത് സിമ്പിളായിരുന്നു. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഓപ്പൺ കിച്ചൺ വേണമെന്ന് പറയും. പക്ഷെ ഇവർക്ക് അതല്ലായിരുന്നു വേണ്ടത്. അവർക്കൊരു സെഗ്രിഗേഷൻ വേണ്ടിയിരുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ അത് കാണണ്ട, അവിടെ ഒരു സെപ്പറേറ്റ് സ്പേസ്. സാർ ഇതുപോലെ ഓപ്പൺ ട്രഡീഷണൽ വീടുകൾ ചെയ്തതിനകത്ത് ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുണ്ടോ? ധാരാളം ചെയ്തിട്ടുണ്ട്. അത് പ്ലാന്റിന്റെ റിക്വയർമെന്റാ. അവിടെ നമുക്കൊന്നും പറയാനില്ല. അവിടെ ഒരു കോൺസെപ്റ്റാ. ഫുഡ് കഴിക്കുന്നത് കാണണ്ട. ചില ആൾക്കാർ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉള്ളവർ രണ്ടും ഒന്നിച്ചാ ഡൈനിങ് ആൻഡ് കിച്ചൺ ഒന്നിച്ച് ചെയ്യും. ശരിക്കും അതല്ലേ കുറച്ചുകൂടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ജീവിതത്തിന് ഏറ്റവും എളുപ്പമുള്ളത്? അതെ, അത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലാണ്. ശരിക്കും പറഞ്ഞാൽ ലൈഫ് സ്റ്റൈലാണ്. ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സ് ഈവനിങ് രാത്രി ഭക്ഷണം ഒരുമിച്ച് തന്നെ ഇരുന്ന് കഴിച്ച് അങ്ങനെ പോകുന്നവരാണെങ്കിൽ അതാണ് നല്ലത്. പക്ഷേ ഇതൊരു കുറേയും കൂടെ ഒരു നാട്ടുമ്പുറം പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് അടുക്കള വേറെ, ഭക്ഷണം കഴിക്കണ വേറെ. അത് ശരിക്കും നമ്മളുടെ ചോയ്സാണത്. അത് എല്ലാം തന്നെ വീടെന്ന് പറയുന്നത് തന്നെ ഒരു വീട് വെക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമേ ഞാൻ എല്ലാവരുടെയും പറയും, എന്നോട് പറയും സാറേ ഈ വീടിൻ്റെ അതിൻ്റെ ഒരു പ്ലാനും എലിവേഷനും വാങ്ങിച്ചു തരാമോ, അല്ല ഇതുപോലൊരു വീട് ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരോടൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ട രീതിയിലുള്ള ഡീറ്റെയിലിംഗ് എഴുതുക. എന്നിട്ട് നിങ്ങളൊരു ആർക്കിടെക്റ്റിനെ അപ്രോച്ച് ചെയ്യുക. ആർക്കിടെക്റ്റിനോട് നിങ്ങളുടെ ആവശ്യം പറയുക, ബഡ്ജറ്റ് പറയുക. ആ ആള് അതിന് വേണ്ട കാര്യങ്ങൾ വെച്ചിട്ട് ആ ഡ്രോയിങ് വരച്ചു തരും. അപ്പോഴാണ് ആ വീട് പണിയിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലാതെ ബ്ലൈൻഡായിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങും എത്തത്തില്ല, കോസ്റ്റ് കണ്ടമാനം പോവുകയും ചെയ്യും. ശരിക്കും ഇതിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് എന്ത് ടൈപ്പ് മെറ്റീരിയലാ സാറേ? ഇത് നാനോ വൈറ്റ് മാർബിൾ. എല്ലായിടത്തും യൂസ് ചെയ്യുന്ന കൂടുതൽ. പിന്നെ ഇത് പ്ലൈവുഡിൽ പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു ഒന്നിക്കലും നമ്മൾ റിയൽ വുഡ് ചെയ്യും. പിന്നെ കിച്ചണിലധികം വുഡ് ഒഴിവാക്കാൻ നല്ലത്, എപ്പോഴും നനയുന്നുണ്ട്. അതല്ലെങ്കിൽ പെയിന്റ് ചെയ്യുക, ഓട്ടോ ഫിനിഷ്. നമുക്ക് നനഞ്ഞ് തുടക്കൊക്കെ ചെയ്യാം. അല്ല ഇപ്പം കിച്ചണിലൊക്കെ മാക്സിമം യൂസ് ചെയ്യുന്ന WPC ആണ്. അപ്പൊ ഇതിവിടെ പ്യുവർ വുഡാണ് യൂസ് ചെയ്തത്. പ്യുവർ വുഡിൽ ഓട്ടോ പെയിന്റ് ചെയ്തിരിക്കും. ഓട്ടോ പെയിന്റ് ചെയ്തതുകൊണ്ട് അതിന്റെ ക്വാളിറ്റി നിൽക്കും എന്നാണ് പറയുന്നത്. വുഡ് ചെയ്തുകൊണ്ട് വുഡിന്റെ ക്വാളിറ്റി കിട്ടും. ഓക്കെ, അതെ. അതിന്റെ വുഡിന്റെ ഒരു ഇത് എക്സ്പോസ്ഡ് ഏരിയ കണ്ട വെച്ചിട്ട് നമ്മൾ ഓട്ടോ പെയിന്റ് അടിക്കണം. ഓക്കെ, അപ്പോൾ വുഡിന്റെ ക്വാളിറ്റിയായി പെയിന്റിന്റെ ക്വാളിറ്റി രണ്ടും കൂടെ കിട്ടും. അപ്പൊ ഇത് നമ്മളെ വെള്ളം വീണാലൊന്നും പ്രശ്നം വരാതെ. ഓക്കെ, വളരെ മനോഹരം. ഇതുവരെ കണ്ടതെല്ലാം മാജിക്കുകളാണ്. ഇനി അടുത്ത കാണാൻ പോകുന്നത് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ശരിക്കും 4 ബെഡ്റൂംസ് ആണുള്ളത് അല്ലേ? അതെ അതെ. 4 ബെഡ്റൂംസിൽ താഴെ 2 ബെഡ്റൂംസ്, മുകളിൽ 2 ബെഡ്റൂം, അങ്ങനെയാണ് പോകുന്നത്. ഇതാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ഈ മാസ്റ്റർ ബെഡ്റൂം ശരിക്കും നമ്മുടെ ആ വയലിലോട്ട് വിസിബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതൊരു ചെറിയ സ്വിമ്മിംഗ് പൂള് നമ്മൾ ഉണ്ട്. ആ സ്വിമ്മിംഗ് പൂളിന്റെ
വിസിബിലിറ്റിയും ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ? എത്രയാണ് ഇതിന്റെ അപ്രോക്സിമേറ്റ് സൈസ്? ഇതിപ്പോ ഒരു 12x13 ആണ്. 12x13 ആണ്. ഈ ട്രഡീഷണൽ വീടുകളിൽ ബെഡ്റൂംസ് എന്ന് പറയുന്ന പണ്ടത്തെ വീടുകൾക്ക് ബെഡ്റൂമുകളെല്ലാം ചെറുതാണ് അല്ലേ? കാര്യം പണ്ടത്തെ ആൾക്കാർ കൂടുതൽ സ്പെയർ ചെയ്യുന്നത് പുറത്തും, യൂട്ടിലിറ്റി അതായത് ഉറങ്ങാനും കഴിക്കാനും പാചകം ചെയ്യാൻ വേണ്ടി മാത്രം വീടിനകത്തും വരും. പിന്നെ വേറൊരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട്. പണ്ടത്തെ കാലഘട്ടത്തിൽ ഹസ്ബൻഡ് ജോലിക്ക് പോവുകയും വൈഫ് പൂർണ്ണമായിട്ടും വീട്ടിൽ ചെലവഴിക്കുകയും ചെയ്യും. ഇന്നത്തെ കാലഘട്ടമേ അല്ല, ഇന്ന് ഹസ്ബൻഡും വൈഫും ഈക്വലി ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ആ കാലഘട്ടത്തിന് വേണ്ടി നിർമ്മിച്ച അങ്ങനത്തെ ഹോമിനെയാണ് ഇന്ന് ട്രഡീഷണൽ ഹോം എന്ന് പറഞ്ഞ് നവീകരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനത്തെ ഒരു തീരുമാനം വന്നപ്പോൾ ഈ ബെഡ്റൂംസിനകത്തെല്ലാം ട്രഡീഷണാലിറ്റി എന്തുകൊണ്ടുവരാനാണ് സാറ് ശ്രമിച്ചിട്ടുള്ളത്? നമ്മൾ നേരെ ഓപ്പോസിറ്റ്. കാരണം പണ്ടത്തെ കാലത്ത് ഒരു ഇമ്പോർട്ടൻസും ഇല്ല ബെഡ്റൂമിന്. വന്ന് വീണ് കിടന്നുറങ്ങാന്നുള്ളതാണ്. ജീവിതം മുഴുവൻ വരാന്തയില്ല. പക്ഷെ നമുക്കത് പോരാ. ഇപ്പം ബെഡ്റൂമിന് ആവശ്യം സൈസ് വേണം. പിന്നെ അങ്ങനെ അതിലേക്ക് ഇപ്പോൾ കൊണ്ടുവരിക ചെയ്യണത്. പഴയ സ്റ്റൈലാണെങ്കിൽ ഒരു കുടിസ് മുറികളായിരിക്കും എല്ലാം. പക്ഷെ നമ്മളിങ്ങനെ പറയും ട്രഡീഷണൽ വീടാണ്, എന്തൊരു സുഖമാണ്. അതൊരു കള്ളത്തരാ. ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ട്രഡീഷണൽ വീടിനകത്തെ ബെഡ്റൂം കയറി ഒരു സുഖം ഉണ്ടാവില്ല പഴയ കാലത്തെ വീട്ടിൽ. വലിയ ചെറുതായിരിക്കും, ചെറുത്, എയർ സർക്കുലേഷൻ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് അതൊരു കറക്റ്റ് ആയത്. ഇതും അതുപോലെ തന്നെ ഓട്ടോ പെയിന്റ് കൊടുത്താണ്. ഇതെല്ലാം വുഡാണ്. അതിന് കൊടുക്കാനുള്ള ഒരു മെയിൻ റീസൺ പറയാം. നമ്മൾ ഇപ്പോൾ പ്ലൈവുഡിലൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോ ക്ലോസറാണ് ഹിഞ്ചസ് കൊടുക്കുക. അതൊരു 4-5 വർഷം കഴിയുമ്പോൾ അത് ഹാങ് ചെയ്യും. ഇവിടെ വുഡ് കൊടുക്കുമ്പോൾ നമുക്ക് പഴയ ഹിഞ്ചസ് തന്നെ യൂസ് ചെയ്യാം. പഴയ ഹിഞ്ചസിന് തന്നെയാണ്, പഴയ ഹിഞ്ചസ് ആണ് ഞാൻ എല്ലാ വീട്ടിലും അത് ചെയ്യുക. വുഡ് ആയിരിക്കണം ജോയിന്റ്. പ്ലൈവുഡിലൊക്കെ ആകുമ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ അത് പതുക്കെ ഇളകി വരിക, ലെവല് മാറുക. ഇത് നിങ്ങളൊരു 20 കൊല്ലം വന്നു കഴിഞ്ഞാലും ഇതേ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ നമ്മളൊരു മോഡേൺ സ്റ്റൈലാക്കാൻ വേണ്ടി പെയിൻറ് ചെയ്യും. നമ്മുടെ കടയിൽ നമുക്ക് ഹാർഡ്വെയർ യൂണിറ്റ് ഉണ്ട്. അവിടെ ഹിഞ്ചസ്, ടവർ ബോട്ട് എല്ലാ ഐറ്റങ്ങളും ഉണ്ട്, എല്ലാ പുതിയ സംഭവങ്ങളും ഉണ്ട്. അടുത്ത ഓർഡർ വരുമ്പോൾ നമുക്ക് തരണം. ഇനി അടുത്ത് നമ്മുടെ ഡ്രസ്സിംഗ് സ്പേസിലേക്കാണ് വന്നത്. ഡ്രസ്സിംഗ് സ്പേസ് കഴിഞ്ഞിട്ട് അതിനോട് കണക്റ്റഡ് ആയിട്ട് ബാത്റൂം കൊടുത്തിരിക്കുന്നു. ബാത്റൂമിൽ ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഒരു വോൾ ഹാങ് ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ഇവിടുന്ന് അടുത്ത ഇതിന്റെ മുകളിൽ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് പോകേണ്ടത്. ഇവിടുത്തെ ഏറ്റവും എന്നെ കണ്ണ് തെള്ളിച്ച ഒരു സംഭവമാണ് ഫുൾ വുഡിൽ ചെയ്ത സ്റ്റെയർ കേസ്. യെസ്, ഇതൊരു ചലഞ്ച് തന്നെയല്ലേ? ഇതിൻ്റെ ലേബർ കോസ്റ്റാണ് മെയിൻ. എല്ലാം ടീക്ക് വുഡാണ്. അത് എന്താ പറയുക, നമ്മളെ പ്ലാന്റേഷൻ ടീക്ക് തന്നെയാണ്. അതിൻ്റെ കളർ ഒരു ഭയങ്കര ഭംഗിയുള്ള സാധനം. പിന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ്. ലേബറും അതുപോലെ കൂടും. പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു ഭംഗിയാണ് അതിന്. വല്ലാത്ത ഭംഗി എന്നല്ല പറയേണ്ടത്, ഇതിന് ഭയങ്കര എന്തോ ഒരു നേരിട്ട് കാണുമ്പോൾ, ക്യാമറ കൂടെ കാണുമ്പോൾ ആൾക്കാർക്ക് എന്തോ ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് ഒരു രക്ഷയില്ല കേട്ടോ. എന്താ ഇതിന്റെ ഒരു ഫിനിഷിങ്, എന്താണ് ഇതിന്റെ ഒരു ലുക്ക് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഇപ്പൊ ഇത് കാണുമ്പോൾ ഇതിന് എത്ര കോസ്റ്റ് വന്നു എന്നൊരു തോന്നൽ വരും. അപ്രോക്സിമേറ്റ് സാറിന് എത്ര കോസ്റ്റ് ആയിരിക്കും ഇതിന് വന്നിട്ടുള്ളത്? ഇതിനിപ്പോൾ ഏകദേശം ഒരു 1.5 കോടി വന്നിട്ടുണ്ട്. അതിന് റീസൺ എന്ന് പറയുന്നത് നമ്മളെല്ലാം ജെനുവിൻ മെറ്റീരിയൽസ്, വുഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, മെറ്റലല്ല. അപ്പോൾ മെറ്റീരിയലിൻ്റെ ഒരു കോസ്റ്റ്. പിന്നെ ഇതുപോലത്തെ വീട് ചെയ്യാൻ ലേബർ കൂടും. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് ലേബറാണ്. അതെ അതെ. കാര്യം നമ്മുടെ കാർപ്പൻറ്റേഴ്സിനെ ഇതിനെ മാനേജ് ചെയ്യലെന്ന് പറയുന്നത് ചെറിയ കാര്യമേ അല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഈ വീടിന്റെ അപ്പർ ലിവിംഗ് സ്പേസിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. എന്തൊരു സുഖം. ഇതാണ് ഒരു ഹൈലൈറ്റ് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു കഴിഞ്ഞാലേ. അതുപോലെ സ്വിമ്മിംഗ് പൂളിൽ നിന്നാലും ആ ഫീൽ അവർക്ക് കിട്ടും. ശരിക്കും ഇത് മണ്ണ് ഇട്ട് പൊക്കിയെടുത്താണ് പ്രോപ്പർട്ടി അല്ല? ഇത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഇതിന്റെ അപ്പർ ലിവിംഗ് സ്പേസിൽ നമ്മൾ വിസിബിലിറ്റി ഇങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം. പിന്നെ ഇത് നമ്മളുടെ കോർട്ട്യാർഡിലേക്കുള്ള ആക്സസ്. ശരിക്കും മഴ പെയ്താൽ ആക്ച്വൽ മഴവെള്ളം വീഴും. പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ വെള്ളം നമ്മൾ ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. ആ വെള്ളം വീഴ്ത്താനായിട്ട് ആർട്ടിഫിഷ്യൽ സംഭവം ചെയ്യിച്ചിരിക്കുകയാണ്. ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഓരോ ISI ആണുള്ളത്. സ്ട്രക്ചറൽ ട്യൂബ്സിന് IS 4923 അതുണ്ടോ നോക്കണം. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ റൂഫിംഗ് ആക്സസറി സ്റ്റോർ VGCB മലപ്പുറം. മോള് 2 ബെഡ്റൂമാണുള്ളത്. ഈ വീട്ടിന്റെ ഉടമസ്ഥന് അദ്ദേഹത്തിന്റെ മാത്രമായിട്ടുള്ള ഒരു ആവശ്യം, അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ഗ്യാതറിംഗ്, സിനിമ കാണണം, ഒന്ന് കൂടണം, ഒന്ന് എന്റർടൈൻ ചെയ്യണം. അങ്ങനത്തെ ഒരു സ്പേസ് ആണ് ഇനിയും കാണാൻ പോകുന്നത്. ഒരു മാജിക്കൽ സ്പേസ്.
ഇതാണ് അദ്ദേഹത്തിൻ്റെ ഹോം തിയേറ്റർ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോം തിയേറ്റർ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പൊസിഷൻ ചെയ്തിരിക്കുന്നത് വളരെ നല്ലൊരു കറക്റ്റ് ഒരു സംഭവം തന്നെയാണ് അല്ലേ? അതെ അതെ. മെയിനായിട്ട് ഇത് ആ വീടുമായിട്ട് അധികം അറ്റാച്ച്ഡ് അല്ല. ഡൈനിങ് സ്പേസുമായിട്ടോ കിച്ചണായിട്ടോ അല്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിന് വേണ്ടിയുള്ള ഒരു ഏരിയ. ഓക്കെ. അവർ വന്നിട്ട് വരാന്ത വഴി മുകളിലേക്ക് അവിടെ ലിഫ്റ്റ് കൊടുത്തിരുന്നു. ഓക്കെ. ഇതിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കാണാം. ആ ലിഫ്റ്റ് കൊടുത്തിരിക്കുന്നതും ഫ്രണ്ട്സിനെ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലവും ആയിട്ട് ചെയ്തിരിക്കുന്ന പോയിന്റാണിത്. അതെ. ഇത് ലിഫ്റ്റ് എനിക്ക് തോന്നുന്നു എക്സ്ക്ലൂസീവ്ലി ഇതിനു വേണ്ടി മാത്രമുള്ളതാണ് തോന്നുന്നു. അതെ. അത് ഫ്രണ്ട്സിന് താഴെ വെളിയിൽ കൂടെ വന്ന് കയറാം. അതെ. കയറി വീടുമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവില്ല. ലിവിങ് റൂമിൽ നിന്ന് ഇറങ്ങി പോകണ്ട. വേണ്ട. അതിന് കുറച്ചുകൂടെ അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ ഒരു പോർഷനും അല്ലേ? ഇത് വെളിയിലോട്ടുള്ള ആക്സസ് നമ്മുടെ എന്താ പറയാ നമ്മുടെ വയലിനോടുള്ള ആക്സസ് രണ്ട് സൈഡ്. ഇതിപ്പോ മഴ വന്നതുകൊണ്ട് ക്ലോസ് ചെയ്തത്. അത് അവിടെ നിന്നുള്ള പോയിന്റ്. ഇനിയും ഒരു ഭാഗം കൂടെ ഈ വീടിന് നമ്മൾ കാണാനുണ്ട്. ഇതിന്റെ 3ാമത്തെ നിലയില് ഒരു ചെറിയ സംഭവം. പക്ഷെ ചെറിയ സംഭവമാണെങ്കിലും അതിലോട്ടൊന്ന് എത്തിപ്പെടുക. അതോടെ കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതാണ് ഇതിന്റെ 3ാം നില. 3ാം നിലയിലും ഇതേപോലെ ഒരു ഗ്യാതറിങ്, ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റിൽ വന്നൊരു ഫീൽ ഉണ്ട് അല്ലേ? അതായത് ഇവിടെ ഇരിക്കാനും ചെറുതായിട്ട് കുക്ക് ചെയ്യാം, ചായയൊക്കെ ഉണ്ടാക്കാം. അതെ. ഗ്യാതറിങ്, ഈ മനോഹരമായ വയലിന്റെ ആ ഭംഗി മൊത്തം ആസ്വദിച്ച് ഈ സൂര്യനെ കണ്ടിങ്ങനെ നിൽക്കാൻ പറ്റും. അതെ. അതിമനോഹരമായ സംഭവം അല്ലേ? അതെ അതെ അതെ. ഞാൻ അതുകൊണ്ടാണ് വീട് ഈ ഫേസ് ചെയ്യണമെന്ന് പറഞ്ഞത്. കാരണം ഇതൊക്കെ യൂസ് ചെയ്തില്ലെങ്കിൽ വളരെ വലിയ നഷ്ടമാണ്. അത് വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതെ 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 സാറേ, അപ്പം വളരെ സുന്ദരമായ ഒരു വീട്. ഇവിടെ ഇങ്ങനൊരു വീട് വ്ലോഗ് ചെയ്യാൻ എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. ഇതിന്റെ ഓണറുടെ പേര് ചന്തു. മൈക്രോ ലാബ്സ് എന്ന് പറഞ്ഞ കോഴഞ്ചേരി ആണ് ബേസ്. പക്ഷേ കോട്ടയം എല്ലാ സ്ഥലത്തും അതിന്റെ ബ്രാഞ്ചസ് ഉണ്ട്. മാഡം ഹൗസ് വൈഫ് ആണോ? ഹൗസ് വൈഫ്. 2 കുട്ടികളല്ലേ? 2 കുട്ടികൾ. അപ്പോൾ അദ്ദേഹത്തോട് ഈ അവസരത്തിൽ ഇങ്ങനെ ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നതിന് ഒരുപാട് നന്ദി പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ട്രഡീഷണൽ വീടിൻ്റെ എല്ലാ ആസ്പെക്ട്സും അതുപോലെ തന്നെ സ്വാംശീകരിച്ച് ചെയ്ത സുന്ദരമായ ഒരു സ്വപ്ന ഭവനം. അടുത്ത വീട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.